ഹലോ, നമസ്കാരം. നമുക്ക് കപ്പ കൊണ്ട് ഇന്നൊരു ദോശ ഉണ്ടാക്കിയാലോ? അപ്പൊ 2 കപ്പ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടൊരു ദോശ ഉണ്ടാക്കാം. അപ്പൊ ആദ്യം തന്നെ കുതിർത്ത് വെച്ച അരിയായിരുന്നേ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇത് റേഷ്യോ ആണ് കേട്ടോ. അതായത് 2 സ്കൂപ്പ് നമ്മൾ കുതിർത്ത് വെച്ച അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1 സ്കൂപ്പ് തേങ്ങയും 1 സ്കൂപ്പ് ചിരകിയ കപ്പയും തൊലി കളഞ്ഞ് ചിരകി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എരിവിന് ഞാൻ പിരിയമുളകാണ് ഇട്ടിരിക്കുന്നത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ കായം, ഉപ്പ്, ഇച്ചിരി വെള്ളം, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കായം നമ്മൾ മസ്റ്റ് ആയിട്ട് ഇടണം, കാരണം കപ്പയല്ലേ, ഇപ്പൊ ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കായം ഇടുന്നത്. ഇതുപോലെ നമ്മൾ പേസ്റ്റ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ദോശയുടെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. അപ്പൊ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് അരച്ചെടുക്കാം. ബാച്ച് വൈസ് ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദോശക്കല്ല് ചൂടാക്കാൻ വെക്കാം. ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ച് അതിനെ ഒന്ന് സീസൺ ചെയ്യാം. ഇത് പ്രീ സീസൺഡ് ആണ് ഈ ദോശക്കല്ല്, കാസ്റ്റ് അയണിന്റെ ദോശക്കല്ലാണ്. അപ്പം അതിന് കുറച്ചും കൂടി ഒന്ന് നല്ലെണ്ണ ഒഴിച്ച് സീസൺ ചെയ്തിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നോർമൽ ദോശ ചൂടുന്ന കണക്ക് തന്നെ മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിന്റെ മേളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ ഒന്ന് അടച്ചിട്ട് വേവിക്കാം. നോർമൽ നമ്മൾ സാധാരണ അരി ഉഴുന്ന ദോശ തിരിച്ചും മറിച്ചു ഇട്ടിട്ടല്ലേ ചുട്ടെടുക്കുന്നത്, അതുപോലെ വേണ്ട. ഇതിനെ ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് അടച്ചാൽ മതി. നമ്മുടെ ദോശ റെഡി. അപ്പൊ സ്വാദിഷ്ടമായ നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യലായ കപ്പ ദോശ റെഡി. അപ്പൊ ഹാപ്പി ഈറ്റിംഗ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.